Does cinema influence people's mindset? Yes, significantly. Cinema has the profound ability to shape our mindset and to influence our behavior. നമ്മൾ ഭയങ്കര ലോ മൂഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ലോ എനർജി ആയിട്ട് ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫാമിലി എൻ്റർടൈനർ, കോമഡി എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു റോം കോം കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമ കണ്ടാൽ നമ്മുടെ മൂഡ് ചേഞ്ച് ആകും, നമുക്കൊരു എനർജറ്റിക് ഫീലിംഗ് അവിടെ വരും. ഈ ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സിനിമ കാണുന്നത്. ബിക്കോസ് വി നോ ദാറ്റ് സിനിമ ക്യാൻ ചേഞ്ച് അവർ മൂഡ് ആൻഡ് ദെയർ ബൈ അവർ ബിഹേവിയർ. ഇതേ ലോജിക്ക് തന്നെയാണ് വയലന്റ് മൂവീസിനുള്ളത്. സിനിമയിലൂടെ വയലന്റ് കണ്ടന്റിനോട് കൂടുതൽ എക്സ്പോഷർ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിന് മരവിക്കും. പിന്നെ ഈ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യപ്പെടും. റീസെന്റ് നമ്മുടെ കേരളത്തിൽ കൂടി വരുന്ന വയലന്റ് കേസുകൾ ഇങ്ങനെ സിനിമ എത്രത്തോളം റിയൽ ലൈഫ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളൊരു ഡിസ്കഷനാണ് മുന്നോട്ട് വെക്കുന്നത്. സിനിമ മാത്രമാണ് ഇതിനുള്ള കാരണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ദർ ആർ എ ലോഡ് ഓഫ് അതർ ഫാക്ടേഴ്സ് ഓൾസോ. പക്ഷേ അപ് ടു വൺ പോയിന്റ് സിനിമ ഹാസ് ദ ഇൻഫ്ലുവൻസ്. ആൽക്കഹോൾ ഉപയോഗിക്കുന്നതും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും സ്കൂളുകളിലും കോളേജിലും നടക്കുന്ന അക്രമങ്ങൾ, വെട്ടലും കുത്തലും ചോര തെറിപ്പിക്കലും ആയിട്ടുള്ള വയലൻസുകൾ സിനിമകളിൽ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള കുറച്ച് സിനിമകൾ എടുത്താൽ തന്നെ ഈ ഒരു ഐഡിയ അതിൽ വരുന്നത്, ഈ ഒരു നോർമലൈസേഷൻ അതിൽ വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പല ലെവലിൽ ഇതിന് ചേഞ്ചുകൾ വരുത്താൻ പറ്റും. സിസ്റ്റം ലെവലിൽ ഇപ്പോൾ ഗവൺമെന്റിനായാലും സിനിമ ഇൻഡസ്ട്രിക്ക്, പ്രൊഡക്ഷന്, സെൻസർഷിപ്പിനൊക്കെ ഇതിൽ മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബി സെലക്റ്റീവ് എന്നുള്ളതാണ്. ലിസൺ, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ട്രാഷ്, ഇറ്റ്സ് നോട്ട് എ ഡസ്റ്റ്ബിൻ. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഇങ്ങനെ കുത്തിക്കയറ്റാൻ ആ മൊമെന്റിൽ നമുക്ക് ഭയങ്കര ത്രില്ലടിക്കുന്നുണ്ടെങ്കിലും ഹാപ്പി ആവുന്നുണ്ടെങ്കിലും വി ഷുഡ് റിമെമ്പർ ദാറ്റ് ഒരു ലോങ് ടേം നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ മൈൻഡിനെ ഷേപ്പ് ചെയ്യാനുള്ള, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ബി സെലക്റ്റീവ്. സിനിമന്റെ കാര്യത്തിൽ മാത്രമല്ല, വാട്ട് എവർ ഇൻഫർമേഷൻ യു ആർ ഗെറ്റിംഗ്, ഹാവ് എ ഫിൽറ്റർ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാണിക്കുന്ന കൺട്രോളും ഫിൽറ്ററും നമ്മുടെ ബ്രെയിനിനും നമ്മുടെ മൈൻഡിനും കൊടുക്കണം. So next time if you are going to watch a movie, അല്ലെങ്കിൽ if you are watching YouTube or just scrolling through Instagram, remember this.